ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പതിവ് പോലെ തന്നെ രാവിലെ സിമയും കൂട്ടി ബീച്ചിലേക്ക് കളിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ ദിവസം സിമി പറയുകയുണ്ട്, അടുത്ത ദിവസം കളിക്കാൻ വേണ്ടി പോകാൻ നേരത്ത് നമുക്ക് ഗണപതി ക്ഷേത്രത്തിലൊന്ന് കയറണമെന്ന്. എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേക്കുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് നമ്മുടെ കളറോടുള്ള ഗണപതി ക്ഷേത്രത്തിലെത്തി. കളിക്കാൻ ബീച്ചിലേക്ക് ഓടിയെത്തിയപ്പോഴേക്കും നല്ല കിടുക്കം മഴ, ഒരു രക്ഷയില്ലാത്ത കാറ്റും മഴയും. അങ്ങനെ മഴയൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഒരു നല്ല അന്തരീക്ഷം വന്നു. അപ്പോഴേക്കും ഒരു ചായ അടിക്കാമെന്നും പറഞ്ഞ് എ കപ്പ് ചായ എന്ന് പറയുന്ന ചെറിയൊരു കടയിലേക്ക് വന്ന്. എല്ലാ ദിവസവും ഇവിടെ നിന്നാണ് കേട്ടോ, രാവിലെ ഒരു ചായ മസ്റ്റാണ്. ഇവിടെ തന്നെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉഴുന്നുവട, ഏത്തയ്ക്ക, അപ്പം സമോസ, പത്തിരി, പലതരം കേക്കുകൾ. അപ്പം നല്ല കാറ്റുണ്ടെങ്കിൽ തന്നെയും എല്ലാവരും വന്ന് ചായ കുടിക്കാനുള്ളൊരു സെറ്റായി. ഇതൊരു വൈബാണ് കേട്ടോ, എല്ലാവരുമായിട്ട് ചായ കുടിയും കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ചായ കുടിയുടെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത നമ്മുടെ സ്വന്തം കോയക്കയാണ് കേട്ടോ. അപ്പം കോയക്ക താങ്ക്സ് ഉണ്ട്. അപ്പം മഴയൊക്കെ മാറി നേരെ ബീച്ചിലേക്ക് ഇറങ്ങി സ്റ്റമ്പൊക്കെ കുത്തി അങ്ങനെ കളി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. ഫൈസലിക്ക ആണെങ്കിൽ ആരെയൊക്കെ ടീമിലെടുക്കും എന്നുള്ള ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. മൊത്തം കള്ളക്കളിയാണ് കേട്ടോ. ഈ പ്രായം ഉണ്ടെന്ന് പറയുള്ളൂ, കൊച്ചു പിള്ളേരുടെ മനസ്സാണ്. അങ്ങനെ കളിയും കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴാണ് അമ്മ പറയുന്നത്, വീട്ടിൽ ഗ്യാസ് ഇല്ല, വല്ലം കഴിക്കണമെങ്കിൽ പോയി ഗ്യാസ് എടുത്തുകൊണ്ട് വരണമെന്ന്. അങ്ങനെ നേരെ വെള്ളം എടുത്ത് നേരെ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ കുരുന്നും കൂടെ ആമിച്ചനും കൂടെ വെള്ളത്തെ ചടിക്കയറി. എന്തിനാണോ എന്തോ. ആമിച്ച ഫ്രണ്ടിൽ പോയി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പാട്ട് പാടുക, ഒറ്റയ്ക്ക് സംസാരിക്കുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ്. അവളുടെ ലോകത്താണ്. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഡാൻസ് കളിച്ച് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഇപ്പം കസേരയിൽ വന്ന് അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട്. ഗ്യാസുകാരെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞത് നമ്മുടെ ചാവറ ജെട്ടിയുടെ അവിടെയാണെന്ന് പറയുന്നത്. ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം ഓടാനുണ്ട്. അപ്പം ചാവറ ജെട്ടിലോട്ടുള്ള പോക്കാണ്. ഇതാണ് നമ്മുടെ മുട്ടേൽ പാലം. ഇവിടെയാണ് കുറേ പടങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ മൈബൂസ്, കുട്ടനാട മാർപ്പാപ്പ, സൗണ്ട് തോമ, ബേബി ജോൺ ഹിന്ദി മൂവി, അങ്ങനെ കുറേ പടങ്ങൾ. നമ്മുടെ കൈനീരിൽ കുറേ ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കൂടെ ഷൂട്ടിംഗ് പ്ലേസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമേ. ഇതാണ് നമ്മുടെ കൈനേരി ആറ്. ഇവിടെയാണ് ഒരു CBLൻ്റെ കൈനേരി ജലോത്സവം നടക്കുന്നത്. അങ്ങ് കാണുന്ന മുണ്ടക്കപ്പാലത്തിൻ്റെ അവിടെയാണ് ഫിനിഷിങ്. ഇത് നമ്മുടെ ഗോവിന്ദപ്പള്ളി. ഇപ്പം സ്കൂളുമാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമാണ്. പണ്ട് SNDP സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കടത്തിറങ്ങി നേരെ ഇവിടെ വന്നിട്ടാണ് സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. ഈ പള്ളിയും മതിലും ഒക്കെ എന്നൊരു നൊസ്റ്റാൾജി ഫീലാണ് തരുന്നത്. ഇതാണ് നമ്മുടെ മതില ഷാപ്പ്. നമ്മുടെ അച്ചായന്മാരെല്ലാം അന്തിക്കള്ള് കുടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ ചക്കങ്കേരി അമ്പലം. പണ്ട് +2 പഠിക്കാൻ നേരത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ വന്ന് തൊഴുതിട്ട് സ്കൂളിൽ പോകാറുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗ്യാസും വെള്ളം കണ്ട് നേരെ ആ വള്ളത്തിൻ്റെ പെട്ടലോട്ട് അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും വെറുതെ ചാടിക്കയറി വന്നതല്ലേ ആമിച്ചൻ. അപ്പം പിന്നെ ആമിച്ചനൊരു ചെറിയ പണി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ കയറെടുത്ത് കയ്യിലോട്ട് കൊടുത്തു. സജിൻ എന്തൊക്കെയോ കുത്തി കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ.
അങ്ങനെ നമുക്ക് ഗ്യാസ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നമുക്കിന്ന് അമ്മ ഫുഡ് തരാതിരിക്കത്തില്ല. അങ്ങനെ ഗ്യാസ് എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് മുണ്ടക്കൽ പാലം. കൈനേരി ജലോത്സവത്തിൻ്റെ ഫിനിഷിംഗ് അവിടാണ്. ഇതാണ് നമ്മുടെ കോലത്ത് ബസ് സ്റ്റാൻഡ്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള ബസ് സർവീസ് കൈനേരിയിലെ കോലത്ത് ചിട്ട് വരെ ഉള്ളത് ഇവിടം വരെയാണ്. ആ കാണുന്ന വിളക്കുമരമാണ് നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടികളും ആര്യ ഫസ്റ്റ് അല്ലു അർജുൻ്റെ ആ മൂവിയിലൊക്കെ കാണിക്കുന്ന വിളക്കുമരം. ഇതാണ് നമ്മുടെ കൈനേരി ടെർമിനൽ. ഇവിടെയും വളരെയധികം മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ചെയ്തത് നമ്മുടെ വിജയ് നായകനായി അഭിനയിച്ച തെരി മൂവിയുടെ ഹിന്ദി റീമേക്കിംഗ് ആണ്, ബേബി ജോൺ. ഇവിടെ സൺസെറ്റ് കാണാനും സ്പീഡ് ബോട്ടിൽ കയറാനും ശിഖര ബോട്ടിൽ കയറാനും നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ആമിച്ചൻ ഇപ്പോഴും അവളുടേതായിട്ടുള്ള ലോകത്താണ്. പാട്ടോ ഡാൻസ് എന്താണ് പരിപാടിയെന്ന് അറിയത്തില്ല, ഒറ്റയ്ക്ക് അങ്ങ് അറുമാദിക്കാണ് ആള്. അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സാധിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക. താങ്ക് യു.